ഇന്ന് കർക്കിടക വാവല്ലേ, അപ്പം ഞാനിന്ന് താമസിച്ചാണ് എഴുന്നേറ്റത്. കാരണം ഇന്ന് ആർക്കും പോകണ്ട, 1 മണിയാകുമ്പോൾ നമ്മൾ സദ്യ ഒരുക്കിയാൽ മതി. അപ്പോൾ 6:30 എഴിച്ചത്. അപ്പോൾ ഇച്ചിരി മഴ ചാറണുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പോയി റെഡിയായി വന്ന് വിളക്ക് കത്തിച്ചതിന് ശേഷം അടുക്കളയിലോട്ട് കയറി. അപ്പോൾ തുണി അലക്കാൻ ഇട്ടിട്ട് പോകാമെന്ന് ചോദിച്ചു. കാരണം കുറേ തുണിയുണ്ട്. കാരണം നമുക്ക് ഉണക്കാൻ ഇവിടെ പറ്റുന്നില്ല. ഇവിടെ ഏകദേശം 2 ആഴ്ചയോളം ആയി വെയിൽ കണ്ടിട്ട്. അപ്പോൾ തുണിയൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ നല്ല മഴ പെയ്തു. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ അച്ചാറുകൾ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ ഇതെല്ലാം അമ്മ ഇട്ടുകൊണ്ട് തന്നു കേട്ടോ. പിന്നെ മലക്കറി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പത്തിന് ആട്ടി വെച്ച്. രാവിലെ അപ്പം വരുന്നേ. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴേ ഇന്ന് കാപ്പി കുടിക്കും. വീട്ടിൽ നിൽക്കുന്ന ദിവസം എല്ലാവരും 10 മണിക്ക് കാപ്പി കുടിക്കുള്ളൂ. അപ്പോൾ അപ്പോഴും ആയാൽ മതി. അപ്പം ഞാൻ 7 മണിയായപ്പോൾ ഒന്ന് ആട്ടി വെച്ചു. അപ്പോൾ 10 മണിയാകുമ്പോൾ അപ്പത്തിൻ്റെ മാവ് നല്ല പുളിച്ച് കിട്ടും. പിന്നെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുന്ന ജോലിയായിരുന്നു. അപ്പോഴേ എൻ്റെ ക്യാമറമാൻ എഴിച്ച് വന്ന് കേട്ടോ. വന്ന് ക്യാമറ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചടി, കിച്ചടി, ബീട്രൂട്ട്, ഇത് സാമ്പാറിനുള്ളതാണ്. പിന്നെ ഇത് അവിയലിനുള്ളത്. പിന്നെ എല്ലാത്തിൻ്റെയും തേങ്ങ ചുരണ്ടി വെച്ചു. അപ്പം ഞാൻ ഒന്നിച്ചെല്ലാം ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവുമല്ലോ. അപ്പോഴതെല്ലാം ചെയ്തു. എന്നിട്ട് ഇതാ കറിവേപ്പില തീർന്നേ. അവിടെ പോയപ്പോൾ ഒരു ചക്ക പഴുത്ത് വീണ് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ അവിടെ. ഇനി മഴ തോന്നിട്ട് വേണം അവിടെയൊക്കെ വൃത്തിയാക്കാൻ. പിന്നെ ഞാൻ കറിവേപ്പില, നമുക്ക് 2-3 മൂടുണ്ട്. പക്ഷേ ചെറിയ തൈകളാണ്. പക്ഷേ അതിൽ നിന്ന് എടുക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എടുക്കും. അപ്പോൾ കറിവേപ്പില എടുത്തിട്ട് വന്നു. ഇന്നത്തേക്കുള്ള എല്ലാം ഞാനൊരു പൊട്ടണ കുപ്പിക്കകത്തെ ചില്ലുകുപ്പിയില്ലേ, അതിനകത്താണ് വെള്ളം ഒഴിച്ച് കറിവേപ്പില വയ്ക്കുന്നത്. കുറേ ദിവസമായിരിക്കും, ഏകദേശം ഒരാഴ്ച കൂടുതലിരിക്കും. എന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ അമ്മിയിൽ തന്നെ എല്ലാം അരച്ചെടുത്ത് കേട്ടോ. നമുക്ക് അരകല്ലാകുമ്പോൾ പെട്ടെന്ന് തോരത്തിനും അതിനും ഇതിനുമൊക്കെ പെട്ടെന്ന് അരച്ചെടുക്കാം. പിന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്യാൻ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ തെങ്ങ് മുറിക്കാൻ ആൾ വന്നേ. അപ്പം നമ്മുടെ കുരുമുളകും റംബുട്ടാനും ഒക്കെ മുറിച്ച് കേട്ടോ. പിന്നെ പച്ചടിക്കും അവിയലിനും എല്ലാത്തിനും ഒക്കെ അരച്ചെടുത്തു. പിന്നെ പപ്പടം കാച്ചി, പിന്നെ മുളക് വറുക്കാനുണ്ടായിരുന്നു. പാവയ്ക്ക് വറുത്തു, അവിയലായി, സാമ്പാറായി, പച്ചടിയായി, കിച്ചടിക്ക് ഇത് ആൾ വന്നിട്ടുണ്ട് ഇളക്കാൻ. കിച്ചടി ആയിട്ടുണ്ട്. പിന്നെ 10 മണിയായപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കായിരുന്നു. ചായയും അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറായിരുന്നു കാപ്പിക്ക്. പിന്നെ നമ്മുടെ മിക്സിയിൽ ഒരു ചോപ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു, ഇന്ന് എടുത്തിട്ട്. പക്ഷേ സൂപ്പർ കേട്ടോ, ഒരൊറ്റ കറക്കം മതി നമുക്ക് തോരത്തിനൊക്കെ അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാം പരിപ്പിനും അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി വലിയ അടുക്കളയിലാണ് ജോലി കിടക്കുന്നത്. അപ്പം ഞാൻ ദേവുവിനെ പറഞ്ഞു ബർമസിലി ഒന്ന് ഓടിച്ചു തരാം. അങ്ങനെ ദേവു ബർമസിലി ഓടിച്ചു തന്നു. ശ്രീതുവും കൂടെ വന്ന് കൂടി. പിന്നെ റിംബുട്ടാൻ കൊമ്പ് കെട്ടിയപ്പോൾ ഇത്രയും കെട്ടി. പിന്നെ നമുക്കൊരു മധുരമുള്ള കറി ഉണ്ടാക്കണം, അതിനെയാണ്. അതെല്ലാമായിരുന്നു. സദ്യ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം.